ഹായ് ഫ്രണ്ട്സ്, മധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ ഒപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. വരൂ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചിരകി ഇപ്പോൾ നമ്മളൊരു പാനിലിട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 9-10 വറമുളക്, ഒരു പിടി കരുവേപ്പില. വറമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. എണ്ണ ഒട്ടും തന്നെ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല. എണ്ണയുടെ ആവശ്യമില്ല. ആ തേങ്ങയിൽ തന്നെ നിന്ന് ഇറങ്ങുന്ന എണ്ണ മതി. ഇത് നമ്മൾ കൈയെടുക്കാതെ തുടർച്ചയായി ഇളക്കി കൊടുക്കേണ്ട ഒരു ചമ്മന്തിപ്പൊടിയാണ്. നിർത്താതെ തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതാ നോക്കൂ, ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ നമ്മളത് വറുത്തെടുക്കണം. ഇത് വറുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്താൽ പോലും ചട്ടിയുടെ ചൂടിൽ വീണ്ടും അത് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും വറുത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ഇളം ചൂടുള്ളപ്പോൾ തന്നെ മിക്സിയിലിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ പുളി സെപ്പറേറ്റായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം തന്നെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ. ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കരുത്. ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞു നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ആദ്യം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്കൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒരു 2 പ്രാവശ്യം ആക്കി കൊടുത്താൽ ഇതുപോലെയാകും. അത് വീണ്ടും ഒന്ന് നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അരയ്ക്കാൻ പാടില്ല, പൊടിക്കാനേ പാടുള്ളൂ. അതുകൊണ്ട് മിക്സി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഓൺ ചെയ്തിടരുത്. ജസ്റ്റ് 1-2 പ്രാവശ്യം ക്രഷ് ചെയ്ത് എടുക്കുന്നത് പോലെ ആക്കണം. ഞാൻ അടുത്ത പ്രാവശ്യം ആക്കി അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എഗെയിൻ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇട്ട് മിക്സിയിൽ കൊണ്ടുവരാം. നോക്കൂ, നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ആവാനേ പാടുള്ളൂ. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇവിടെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.